വരാനുള്ള LGS 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് രാഗം മാത്ത് ഹബ് എന്ന ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യത്തിൽ നമുക്ക് റേഷ്യോ തരും, ചിലപ്പോൾ രണ്ടുപേരുടെ വയസ്സിൻ്റെ വ്യത്യാസം തരും, രണ്ടുപേരുടെ വയസ്സിൻ്റെ തുക തരാം, ഇങ്ങനെയൊക്കെ തന്നിട്ട് ചോദിക്കും. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റകൾ ഒരേ സമയത്തുള്ളതാണോ എന്നാണ്. തന്നിരിക്കുന്ന ഡാറ്റകൾ ഒരേ സമയത്തുള്ളതാണോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരേ സമയത്താണെങ്കിൽ കുഴപ്പമില്ല, അത് വെച്ച് തന്നെ ചെയ്യാം. ഒരേ സമയത്തല്ലെങ്കിൽ രണ്ടും ഒരേ സമയത്തെ ഡാറ്റയാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം രണ്ടും ഒരേ സമയത്തെ ഡാറ്റ തന്നെയാണോ തന്നിരിക്കുന്നതെന്ന്. ആദ്യം എന്താ പറഞ്ഞേ? അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അതായത് രണ്ടുപേരുടെ വയസ്സിൻ്റെ വ്യത്യാസം 10 രണ്ടുപേരുടെയും വയസ്സിൻ്റെ വ്യത്യാസം 10 അല്ലേ. എനിക്ക് വേറൊരാളെക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങളുടെ വയസ്സിൻ്റെ വ്യത്യാസം എത്രയാണ്? 10. അപ്പോൾ ഞങ്ങളുടെ വയസ്സിൻ്റെ വ്യത്യാസം 10. വയസ്സിൻ്റെ വ്യത്യാസം 10. വ്യത്യാസം എത്രയാണ്? 10. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും. അത് അടുത്ത വർഷത്തെ കാര്യമാണ് അല്ലേ. അടുത്ത വർഷത്തെ കാര്യം എന്താ പറഞ്ഞേ? അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ എന്താ സംഭവിക്കുക? അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എന്ന് വെച്ചാൽ വിജയന് 1 ആണെങ്കിൽ അജയന് 2. വിജയൻ 1 ആണെങ്കിൽ അജയന് 2. അപ്പൊ ഞാൻ എങ്ങനെയാ അത് എഴുതുന്നേ നോക്കിക്കോ. വിജയന് 1 യൂണിറ്റ്, അജയന് 2 യൂണിറ്റ്. വിജയന് 1 യൂണിറ്റ് വയസ്സ് കൊടുത്തു, അജയന് 2 യൂണിറ്റ് വയസ്സ്. അതായത് നോക്കിയേ, വിജയന്റെ ഇരട്ടിയാണ് അജയന്. എപ്പോഴ്? അടുത്ത വർഷം. ഇനി ഈ 2 ഡാറ്റകളും ഒരേ സമയത്താണോ? ഈ 2 ഡാറ്റകളും ഒരേ സമയത്തേതാണോ എന്ന് എങ്ങനെ നോക്കും? ശ്രദ്ധിച്ചേ. ഇവിടെ നെക്സ്റ്റ് ഇയറിലെ കാര്യമാണ് റേഷ്യോ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇയറിലാണ് ഇരട്ടി എന്ന് പറഞ്ഞത് അല്ലേ. വയസ്സിൻ്റെ വ്യത്യാസം ഏത് കാലത്തും ഒരുപോലെയാണ്. നിങ്ങളും നിങ്ങളുടെ അച്ഛനും തമ്മിൽ ഒരു 30 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഈ വർഷം 30 വയസ്സിൻ്റെ വ്യത്യാസമാണെങ്കിൽ ഇനി ഏത് സമയത്ത് നോക്കിയാലും ആ വ്യത്യാസം എത്ര തന്നെ ആയിരിക്കും? 30. അപ്പോൾ രണ്ടുപേരുടെ വയസ്സിൻ്റെ വ്യത്യാസം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇത് തന്നത് ഏത് കാലത്തെ ആയാലും നമുക്ക് പ്രശ്നമല്ല. വയസ്സിൻ്റെ വ്യത്യാസം ഏത് കാലത്തേത് തന്നാലും നമുക്ക് കുഴപ്പമില്ല. അത് എല്ലാ കാലത്തും ഒരുപോലെ ആയതുകൊണ്ട് ഇവിടെ അടുത്ത വർഷത്തെ റേഷ്യോ അല്ലേ തന്നത്. അപ്പോൾ വയസ്സിന്റെ വ്യത്യാസം അടുത്ത വർഷം എത്ര തന്നെ? 10 തന്നെ. വയസ്സിന്റെ വ്യത്യാസം അടുത്ത വർഷവും 10 തന്നെ, ഈ വർഷവും 10 തന്നെ, 5 കൊല്ലം മുന്നേയും 10 തന്നെ, 10 കൊല്ലം കഴിഞ്ഞാലും 10 തന്നെ. അപ്പോൾ വയസ്സിന്റെ വ്യത്യാസം അടുത്ത വർഷവും എത്ര തന്നെ? 10. അപ്പോൾ ഈ 2 ഡാറ്റയും അടുത്ത വർഷത്തേതായിട്ട് നമുക്ക് എടുക്കാം. ഈ 2 ഡാറ്റയും എന്ത് ചെയ്യാം? അടുത്ത വർഷത്തേതായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ചെയ്തു നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വയസ്സുകളുടെ വ്യത്യാസം 10. രണ്ടുപേരുടെയും വയസ്സുകളുടെ വ്യത്യാസം 10. ഒരാളുടെ വയസ്സ് 1 യൂണിറ്റ്, മറ്റേയാളുടെ വയസ്സ് 2 യൂണിറ്റ്. അങ്ങനെയെങ്കിൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസത്തെ നമുക്ക് എങ്ങനെ എഴുതാം? 2 യൂണിറ്റും 1 യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ്. രണ്ടുപേരുടെ വയസ്സിന്റെ വ്യത്യാസം റേഷ്യോ നോക്കിയിട്ട് എങ്ങനെ എഴുതാം? 2 യൂണിറ്റ് ആണ് ഒരാളുടേത്, മറ്റേയാളുടേത് 1 യൂണിറ്റ്. അപ്പൊ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 1 യൂണിറ്റ്. ആ 1 യൂണിറ്റിന് തുല്യമായ വില നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? അവരുടെ വയസ്സിന്റെ വ്യത്യാസം 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയസ്സിന്റെ വ്യത്യാസം 1 യൂണിറ്റ്, അതിന് തുല്യമായ വിലയാണ് 10. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണ്? 10. 1 യൂണിറ്റ് എത്രയാണ്? 10. ഇവിടെ ആരുടെ വയസ്സ് കാണാനാ പറഞ്ഞിരിക്കുന്നത്? വിജയന്റെ. ആരുടെയാ? വിജയന്റെ. നോക്കിയേ, വിജയന് എത്രയാ വയസ്സ്? 1 യൂണിറ്റ്. വിജയന് എത്രയാ വയസ്സ്? 1 യൂണിറ്റ്. നമുക്ക് 1 യൂണിറ്റ് തന്നല്ലേ 10 കിട്ടിയത്. അപ്പൊ എന്ത് പറയാം? വിജയനും 1 യൂണിറ്റ് ആണ്. അപ്പൊ വിജയന്റെ വയസ്സ് എത്രയാണ്? 10. വിജയന്റെ വയസ്സ് എത്രയാണ്? 10 ആണ്. എപ്പോഴത്തെ വയസ്സ്?
അടുത്ത വർഷത്തെ വയസ്സ്. നമ്മൾ അടുത്ത വർഷത്തെ ഡാറ്റ വെച്ചല്ലേ ചെയ്തേ. അപ്പോൾ അടുത്ത വർഷത്തെ വയസ്സാണ് കിട്ടുന്നത്. അടുത്ത വർഷത്തെ വയസ്സാണ് 10. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിജയന്റെ വയസ്സ് എത്ര എന്നാണ്. വിജയന്റെ വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം വിജയന്റെ ഇപ്പോഴത്തെ വയസ്സ്. വിജയന്റെ വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? വിജയന്റെ ഇപ്പോഴത്തെ വയസ്സ്. വിജയന്റെ അടുത്ത വർഷത്തെ വയസ്സാണ് 10. അടുത്ത വർഷം 10 ആണെങ്കിൽ ഇപ്പോൾ എത്ര വയസ്സ്? 9. അടുത്ത കൊല്ലം 10 ആണെങ്കിൽ ഇക്കൊല്ലം അല്ലെങ്കിൽ ഇപ്പോ വയസ്സ് എത്ര? 9. ഒരു വയസ്സ് കുറയും. അപ്പോൾ വിജയന് ഇപ്പോൾ എത്ര വയസ്സേ ഉള്ളൂ? 9 വയസ്സ്. മനസ്സിലായല്ലോ? അടുത്ത കൊല്ലമാണ് വിജയന് 10. അങ്ങനെയെങ്കിൽ ഇക്കൊല്ലം ഒരു വയസ്സ് കുറവായിരിക്കും. അപ്പോൾ ഇക്കൊല്ലം വിജയന് വയസ്സ് എത്ര? 9 വയസ്സ്. രാജുവിന് അവൻ്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര? ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജുവിന് അവൻ്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ രാജുവിൻ്റെയും അനിയൻ്റെയും വയസ്സിൻ്റെ വ്യത്യാസം 10. രാജുവിനാണ് 10 വയസ്സ് കൂടുതൽ. അപ്പോൾ അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 10. അവരുടെ വയസ്സിൻ്റെ വ്യത്യാസമാണ് 10. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് എന്താ സംഭവിക്കുക? 5 വർഷം കഴിഞ്ഞ് രാജുവിൻ്റെ വയസ്സ് അവൻ്റെ അനിയൻ്റെ വയസ്സിൻ്റെ, അതായത് ബ്രദറിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാകും? 2 മടങ്ങാകും. അതായത് ബ്രദറിന് ആ സമയത്ത് 1 യൂണിറ്റ് ആണ് വയസ്സെങ്കിൽ രാജുവിന് 2 യൂണിറ്റ് ആയിരിക്കും വയസ്സ്. അഥവാ അനിയന്റെ ഇരട്ടി. 1ന്റെ ഇരട്ടിയാണ് 2. 1ന്റെ ഇരട്ടി 2. അപ്പോൾ അനിയന് 1 യൂണിറ്റ് ആണെങ്കിൽ രാജുവിന് 2 യൂണിറ്റ്. അപ്പോൾ നോക്കിയേ, ഇത് രണ്ടും ഒരേ സമയത്തുള്ള ഡാറ്റയല്ലേ? ഇത് രണ്ടും ഒരേ സമയത്തെ ഡാറ്റയാണ്. കാരണം എന്താ? വയസ്സിന്റെ വ്യത്യാസം എല്ലാ കാലത്തും ഒരുപോലെയാണ്. വയസ്സിന്റെ വ്യത്യാസം, 2 പേരുടെ വയസ്സിന്റെ വ്യത്യാസം എല്ലാ കാലത്തും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് 5 വർഷം കഴിഞ്ഞായാലും വയസ്സിന്റെ വ്യത്യാസം എത്രയായിട്ട് എടുക്കാം? 10. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടുള്ള 2 ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് രാജുവിന് അനിയന്റെ ഇരട്ടി വയസ്സ്, മറ്റൊന്ന് അവരുടെ വയസ്സിന്റെ വ്യത്യാസം എത്ര? 10. അപ്പോൾ വയസ്സിന്റെ വ്യത്യാസം തന്നാൽ ഓർക്കുക എന്താ ചെയ്യണ്ടേ? ഏത് കാലത്തും വയസ്സിന്റെ വ്യത്യാസം ഒരുപോലെ തന്നെ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ റേഷ്യോ തന്നത് ആ സമയത്തെ വ്യത്യാസവും 10 തന്നെയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 1 യൂണിറ്റും 2 യൂണിറ്റും ആണ് വയസ്സെങ്കിൽ അവരുടെ വയസ്സിന്റെ വ്യത്യാസം 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന വ്യത്യാസം എത്ര? 10. 2 യൂണിറ്റും 1 യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ്. ആ 1 യൂണിറ്റിന് തുല്യമായ വില തന്നിട്ടുണ്ട്. എത്രയാ? 10. കാരണം വ്യത്യാസം 10 ആണ്. 1 യൂണിറ്റ് എത്രയാണ്? 10. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? രാജുവിൻ്റെ വയസ്സ്. ആരുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്? രാജുവിൻ്റെ വയസ്സ്. നോക്കിയേ, രാജുവിൻ്റെ വയസ്സ് 2 യൂണിറ്റ് ആണ്. രാജുവിൻ്റെ വയസ്സ് 2 യൂണിറ്റ് ആണ്. 1 യൂണിറ്റിന്റെ വിലയാണ് നമുക്ക് 10 കിട്ടിയത്. അങ്ങനെയെങ്കിൽ 2 യൂണിറ്റിന്റെ വില എത്രയാണ്? 1 യൂണിറ്റ് 10 ആണെങ്കിൽ 2 യൂണിറ്റിന്റെ വില 20. 1 യൂണിറ്റ് 10 ആണെങ്കിൽ 2 യൂണിറ്റിന്റെ വില 20. ഇത് ആരുടെ വയസ്സാ? രാജുവിന്റെ വയസ്സ്. ഇത് ആരുടെ വയസ്സാണ്? രാജുവിന്റെ വയസ്സ്. രാജുവിന്റെ വയസ്സാണ് 2 യൂണിറ്റ്. അത് നമുക്ക് എത്ര കിട്ടി? 20. എപ്പോഴത്തെ വയസ്സാണ്? നോക്കിയേ, 5 വർഷം കഴിഞ്ഞുള്ള ഡാറ്റ വെച്ചല്ലേ നമ്മൾ ചെയ്തേ. അപ്പോൾ കിട്ടുന്നത് 5 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ്. 5 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ് എത്ര? 20. അപ്പോൾ 5 ഇയർ കഴിഞ്ഞ് രാജുവിനുള്ള വയസ്സാണ് 20 എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രാജുവിൻ്റെ വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. 5 കൊല്ലം കഴിഞ്ഞ് 20 ആണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് 20 ആണെങ്കിൽ ഇപ്പോൾ എത്രയേ കാണുള്ളൂ? 20 മൈനസ് 5 15. 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് 20 വയസ്സാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? 20 ന്ന് 5 കുറക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും വയസ്സ്? 15. അപ്പോൾ രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 15. മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം.
10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഈ ഒരു പാറ്റേൺ ചോദ്യത്തിൽ നമുക്ക് 2 കാലങ്ങളിലെ 2 പേരുടെ വയസ്സിൻ്റെ റേഷ്യോയാണ് തരിക. എന്താണ് തരുന്നത്? 2 കാലങ്ങളിലെ 2 പേരുടെ വയസ്സിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് വയസ്സിൻ്റെ റേഷ്യോ 2:3, 3:4 ഇങ്ങനെയൊക്കെ തരാം. അതുകൂടാതെ ഒരാളുടെ വയസ്സ് മറ്റൊരാളുടെ വയസ്സിൻ്റെ ഇരട്ടിയാണ്, 3 മടങ്ങാണ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? റേഷ്യോയാണ്. അപ്പോൾ എന്താ ഇവിടെ തരുന്നത്? 2 കാലങ്ങളിലെ 2 പേരുടെ വയസ്സിൻ്റെ റേഷ്യോയാണ് തരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ എന്താണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. അപ്പോൾ മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. അപ്പോൾ ഇപ്പോഴുള്ള റേഷ്യോയാണ് ആദ്യം തന്നിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാ റേഷ്യോ? മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം. അങ്ങനെയെങ്കിൽ റേഷ്യോ എങ്ങനെ എഴുതാം? മകന് 1 ആണെങ്കിൽ അച്ഛന് 3. മകന് 1 ആണെങ്കിൽ അച്ഛന് 3. മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടി എന്നല്ലേ പറഞ്ഞത്? അപ്പം മകന് 1 ആണെങ്കിൽ അച്ഛൻ അതിൻ്റെ 3 ഇരട്ടി, 1ൻ്റെ 3 ഇരട്ടി 3. അപ്പോൾ നമ്മൾ റേഷ്യോ എങ്ങനെ എടുക്കാം? 3:1. എഴുതുമ്പോൾ മാറിപ്പോവരുത്. അച്ഛന് 1ഉം മകന് 3 എഴുതി പോവരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോവും. ശ്രദ്ധിച്ചല്ലോ? മകന് 1ഉം അച്ഛന് 3ഉം, തിരിച്ച് അച്ഛൻ 1ഉം മകന് 3ഉം എഴുതി പോവരുത്. അപ്പോൾ കൃത്യമായിട്ട് അച്ഛന് 3ഉം മകന് 1ഉം കൊടുക്കുക. ഇനി എന്താ അടുത്ത ഡാറ്റ പറഞ്ഞിരിക്കുന്നത്? 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. ഇനി തന്നിരിക്കുന്ന ഡാറ്റ വേറൊരു കാലത്തെയാണ്, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 10 കൊല്ലം കഴിഞ്ഞ്, 10 ഇയർ കഴിഞ്ഞ് എന്താ സംഭവിക്കുക? 10 കൊല്ലം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ മകന് 1 ആണെങ്കിൽ അച്ഛന് 2. മകന് 1 ആണെങ്കിൽ അച്ഛന് 2. 1ൻ്റെ ഇരട്ടിയാണ് 2. 2 കാലങ്ങളിലെ വയസ്സിൻ്റെ റേഷ്യോ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം. ഇങ്ങനെ 2 റേഷ്യോകൾ തരുന്ന സമയത്ത് പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഈ എഴുതിയിരിക്കുന്ന ഡാറ്റകളിൽ നിന്ന് 4 നമ്പർ എടുക്കണം. 4 നമ്പർ എടുക്കണം. ആ 4 നമ്പർ എടുത്തിട്ട് അതിൻ്റെ ആ മെത്തേഡിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടും. അപ്പോൾ ആ 4 നമ്പർ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഒന്നാമത്തെ നമ്പർ നമുക്ക് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കിട്ടേണ്ടത്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള ഡാറ്റയിൽ നിന്ന് മകന് കൊടുത്തിരിക്കുന്ന ഭാഗം എടുക്കുക. അതായത് 3:1 ആണ് റേഷ്യോ. 3:1 ആണ് റേഷ്യോ. ഇപ്പോഴുള്ള റേഷ്യോ 3:1 ആണ്. ആ 3:1 മകന് കൊടുത്തിരിക്കുന്ന ഭാഗം എത്രയാ? 1. 3:1 മകൻ്റെ ഭാഗം എത്രയാ? 1. ആ 1 എടുക്കുക. 1 ഇൻറ്റു കിട്ടിയല്ലോ. എന്താ ചെയ്യണ്ടേ? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കിട്ടാൻ ഇപ്പോഴുള്ള റേഷ്യോയിൽ നിന്ന് മകൻ്റെ ഭാഗം എത്രയാണോ അതെടുക്കുക. 1 ഇൻറ്റു. ഇനി നമ്മൾ ഇപ്പോൾ എടുത്ത നമ്പർ ഇപ്പോഴുള്ള റേഷ്യോയിൽ നിന്നാണ് അല്ലേ? ഇനി ആ റേഷ്യോ നമുക്ക് വേണ്ട. വേറൊരു റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. ആ റേഷ്യോയിലെ സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക. ആ റേഷ്യോയിലെ സംഖ്യകളുടെ വ്യത്യാസം. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ 2:1 ആണ്. ആ 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1. ആ 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1. ആ 1 ഇവിടെ കൊടുത്തു. ഇൻറ്റു. കിട്ടിയല്ലോ. അപ്പോൾ 2 നമ്പർ ആയിട്ടുണ്ട്. മൂന്നാമത്തെ നമ്പർ വർഷങ്ങളുടെ വ്യത്യാസം. മൂന്നാമത്തെ നമ്പർ എന്താണ്? വർഷങ്ങളുടെ വ്യത്യാസം. ഇവിടെ ഒരു ഡാറ്റ ഇപ്പോഴത്തെയാണ്, ഒരു ഡാറ്റ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള വർഷം, ആ വർഷവും 10 വർഷം കഴിഞ്ഞിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസം 10 തന്നെ അല്ലേ? ഇപ്പോൾ 2024, 10 കൊല്ലം കഴിഞ്ഞാൽ 2034, അവ തമ്മിലുള്ള വ്യത്യാസം 10 തന്നെ. അപ്പോൾ ഇവിടെ വർഷങ്ങളുടെ വ്യത്യാസം എത്രയാ? 10. വർഷങ്ങളുടെ വ്യത്യാസം എത്ര എടുക്കുക? 10. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് വ്യത്യാസം എത്ര? 10. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് വ്യത്യാസം എത്ര? 5.
ഇപ്പോൾ 5 കൊല്ലം മുൻപ് വ്യത്യാസം എത്ര? 5. ഇപ്പോൾ 10 കൊല്ലം മുൻപ് വ്യത്യാസം എത്ര? 10. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ വ്യത്യാസം എത്ര? 10. ആ 10 ഞാൻ ഇവിടെ എഴുതി. ഡിവൈഡഡ് ബൈ ഒരു നമ്പർ കൂടി എഴുതാനുണ്ട്. അത് ഈ റേഷ്യോയെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഈ റേഷ്യോകളെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അതായത് നോക്കിയേ, ഈ 3നെ 1 കൊണ്ട് ഗുണിച്ചാൽ 3, ഈ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. ഓക്കെ ആണല്ലോ. 3നെ 1 കൊണ്ട് ഗുണിച്ചാൽ 3, ഈ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. അവയുടെ വ്യത്യാസം 1. അപ്പോൾ എന്താണ്? ക്രോസ് പ്രൊഡക്റ്റിന്റെ വ്യത്യാസം. ക്രോസായി ഗുണിച്ചിട്ട് വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പൊ എത്ര കിട്ടും? 1. ആ 1 താഴെയും കൊടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം എത്ര വരും? 1 × 1 × 10/1 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 10. ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 10. അപ്പൊ നമ്മളിവിടെ എന്താ പഠിക്കണ്ടേ? 4 നമ്പർ ഈ റേഷ്യോയിൽ നിന്ന് എടുക്കണം. ഏതൊക്കെയാ നമ്പർ? ആദ്യം എടുക്കേണ്ടത്, നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോഴത്തെ മകന്റെ വയസ്സായതുകൊണ്ട് ആദ്യം എടുക്കേണ്ട നമ്പർ ഇപ്പോഴുള്ള റേഷ്യോയിലെ മകന് കൊടുത്തിരിക്കുന്ന നമ്പർ. അച്ഛൻ്റെ ആണ് ചോദിച്ചിരുന്നെങ്കിൽ അച്ഛന് കൊടുത്തിരിക്കുന്ന ഭാഗം എടുക്കണമായിരുന്നു. മകന്റെ ചോദിച്ചത് കൊണ്ടാണ് മകന് കൊടുത്തിരിക്കുന്ന ഭാഗം എടുത്തത്. 1 ഇൻറ്റു, ഇനി വേറൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിലെ നമ്പറുകളുടെ വ്യത്യാസം, 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1 ഇൻറ്റു വർഷങ്ങളുടെ വ്യത്യാസം. ഇപ്പോഴും 10 കൊല്ലം കഴിഞ്ഞും വർഷങ്ങളുടെ വ്യത്യാസം 10. ആ 10 അവിടെ കൊടുത്തു. ഡിവൈഡഡ് ബൈ താഴെ ക്രോസായി ഗുണിച്ചതിന്റെ വ്യത്യാസം, ക്രോസ് പ്രൊഡക്റ്റിന്റെ വ്യത്യാസം. ക്രോസായി ഗുണിച്ചാൽ 3നെ 1 കൊണ്ട് ഗുണിച്ചാൽ 3, 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. അവയുടെ വ്യത്യാസം 3 - 2 1. അത് താഴെ വേണം കൊടുക്കാൻ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. അതായത് മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 10. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ ഈ ചോദ്യത്തിലും 2 കാലങ്ങളിലെ 2 പേരുടെ വയസ്സിൻ്റെ റേഷ്യോയാണ് തന്നിരിക്കുന്നത്. 2 കാലങ്ങളിലെ 2 പേരുടെ വയസ്സിൻ്റെ റേഷ്യോ. അപ്പോൾ ഈ രീതിയിൽ ഡാറ്റ തന്നു കഴിഞ്ഞാൽ നേരത്തെ സോൾവ് ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന റേഷ്യോ എങ്ങനെയാണെന്ന് നമുക്ക് എഴുതി നോക്കാം. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ അത് ഇപ്പോഴത്തെ കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇപ്പോഴത്തെ കാര്യമാണെന്നാണ് അർത്ഥം. അപ്പോൾ എന്താ പറഞ്ഞേ? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ എഴുതി നോക്കാം. ഇപ്പോഴുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അതായത് അപ്പുവിന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 8. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങ്. അപ്പോൾ 1 ആണെങ്കിൽ അമ്മയ്ക്ക് 8. മനസ്സിലായല്ലോ? 8 മടങ്ങ് അപ്പുവിന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 8. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 3 ഇയർ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? 3 ഇയർ കഴിഞ്ഞ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകും അമ്മയുടെ വയസ്സ്. അതായത് അപ്പുവിന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 5. അപ്പുവിന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 5 മടങ്ങ്. അപ്പോൾ നമ്മൾ 2 റേഷ്യോകളും എഴുതി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ ഈ തന്ന ഡാറ്റയിൽ നിന്ന് 4 നമ്പർ എഴുതണം. 4 നമ്പർ. അപ്പോൾ ആ 4 നമ്പർ ഏതൊക്കെയാ? നമ്മളോട് ആരുടെ വയസ്സാ കാണാൻ പറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചാൽ ഇപ്പോഴുള്ള റേഷ്യോയിൽ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഭാഗം എടുക്കണം. അമ്മയുടെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഇപ്പോഴുള്ള അമ്മയുടെ വയസ്സ് കിട്ടാൻ ഇപ്പോഴുള്ള റേഷ്യോയിൽ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഭാഗം എടുക്കുക 8. 3 കൊല്ലത്തിന് ശേഷമുള്ളതിൽ നിന്ന് എടുക്കരുത്. ഇപ്പോഴുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പോഴുള്ള അമ്മയുടെ ആ ഭാഗം ഇങ്ങെടുക്കുക 8 ഇൻറ്റു, ഇനി ഏതാ എടുക്കണ്ടേ? ആ റേഷ്യോ ഇനി വേണ്ട. ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള റേഷ്യോയാണ് വേണ്ടത്. ആ റേഷ്യോയിലെ നമ്പറുകളുടെ വ്യത്യാസം, 5ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 4. അപ്പോൾ ആ 4 ഞാനിവിടെ എഴുതി. ഇൻറ്റു, ഓക്കെ ആണല്ലോ? 5ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 4 ഇൻറ്റു. ഇനി വർഷങ്ങളുടെ വ്യത്യാസം, ഇപ്പോഴും 3 കൊല്ലം കഴിഞ്ഞുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും 3 കൊല്ലം കഴിഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെ?
3 തന്നെ. ഇപ്പോഴും 3 കൊല്ലം കഴിഞ്ഞു. വ്യത്യാസം എത്ര? 3. ഇപ്പോഴും 3 കൊല്ലം മുന്നേ. അങ്ങനെയെങ്കിലും വ്യത്യാസം എത്ര തന്നെ? 3. അപ്പോൾ ഇവിടെ വ്യത്യാസം 3 കൊടുത്തു. ഡിവൈഡഡ് ബൈ താഴെ കൊടുക്കേണ്ടത് എന്താ? ക്രോസ് പ്രൊഡക്റ്റിന്റെ വ്യത്യാസം. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 8ഉം 1ഉം ഗുണിക്കുക. 8ഉം 1ഉം ഗുണിച്ചാൽ 8 ആണ്. 1ഉം 5ഉം ഗുണിക്കുക. 1ഉം 5ഉം ഗുണിച്ചാൽ 5 ആണ്. ഓക്കെ ആണല്ലോ. 8ഉം 1ഉം ഗുണിച്ചാൽ 8, 1ഉം 5ഉം ഗുണിച്ചാൽ 5. അതിൻ്റെ വ്യത്യാസം മറന്നു പോകരുത്. അതിൻ്റെ വ്യത്യാസം ക്രോസായി ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ വ്യത്യാസം എത്ര? 3. ആ 3 താഴെയും കൊടുക്കുക. ഓക്കെ ആണല്ലോ. താഴത്തെ 3ഉം മുകളിലെ 3ഉം വെട്ടിപ്പോയി. താഴത്തെ 3ഉം മുകളിലെ 3ഉം ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? 8 × 4. 8 × 4 എത്രയാ? 32. 8 × 4 എത്രയാ? 32. അപ്പോൾ ഇപ്പോഴുള്ള അമ്മയുടെ റേഷ്യോയിലെ ഭാഗം 8 എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 32. മനസ്സിലായല്ലോ. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 32. 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായമാകും എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്? ഇവിടെയും 2 കാലങ്ങളിലെ റേഷ്യോകൾ തന്നിട്ടുണ്ട്. 2 കാലങ്ങളിൽ 2 പേരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോ നമുക്ക് എഴുതി നോക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഴുതി നോക്കാം. എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? 2 വർഷം മുമ്പ്. അപ്പോൾ 2 ഇയർ മുൻപുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് മകൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മകൻ്റെ 4 മടങ്ങ് പ്രായം, അതായത് മകന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 4, മകൻ 1 ആണെങ്കിൽ അമ്മയ്ക്ക് 4 മടങ്ങ്. അടുത്ത ഡേറ്റ് എന്താ പറഞ്ഞേ? 2 വർഷം കഴിഞ്ഞാൽ. അപ്പോൾ 2 ഇയർ കഴിഞ്ഞുള്ള കാര്യമാണ് പിന്നെ പറഞ്ഞേ. 2 ഇയർ കഴിഞ്ഞ് എന്താ സംഭവിക്കുക? 2 ഇയർ കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായമാകും. അമ്മയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായം എന്ന് വെച്ചാൽ മകന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 3, മകന് 1 ആണെങ്കിൽ അമ്മയ്ക്ക് 3 മടങ്ങ് പ്രായം. അപ്പോൾ നമ്മൾ 2 കാലങ്ങളിലെ, അതായത് 2 കൊല്ലം മുമ്പത്തെ, അതുപോലെ 2 കൊല്ലം കഴിഞ്ഞ് 2 കാലങ്ങളിലെ 2 പേരുടെ റേഷ്യോകൾ കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ആ 4 നമ്പർ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് നോക്കാം. ഇവിടെ ആരുടെ പ്രായം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം. നോക്കിയേ, നമുക്ക് ഇപ്പോഴത്തെ റേഷ്യോ തന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് 2 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് ഉള്ള പ്രായമേ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. 2 കൊല്ലം മുൻപോ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞോ ഉള്ള പ്രായമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് കണ്ടുപിടിച്ചാലും മതി. നമുക്ക് ഏത് കണ്ടുപിടിച്ചാലും ഇപ്പോഴത്തെ പ്രായം ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 2 കൊല്ലം മുമ്പ് മകൻ്റെ പ്രായം. മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ റേഷ്യോ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ മകൻ്റെ 2 കൊല്ലം മുമ്പുള്ള പ്രായം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ 2 കൊല്ലം മുമ്പ് മകൻ്റെ പ്രായം കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 2 കൊല്ലം മുമ്പ് മകൻ്റെ പ്രായമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 2 കൊല്ലം മുമ്പ് മകൻ്റെ പ്രായം. 2 കൊല്ലം മുമ്പ് മകൻ്റെ പ്രായം കിട്ടാൻ ആദ്യം എടുക്കേണ്ടത് 2 കൊല്ലം മുമ്പ് ഉള്ള റേഷ്യോയിലെ മകന് കൊടുത്തിരിക്കുന്ന ഭാഗം. 2 കൊല്ലം മുമ്പുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊല്ലം മുമ്പുള്ള റേഷ്യോ എടുക്കണം. മകൻ്റെതാണ് ചോദിച്ചത്, അതുകൊണ്ട് മകൻ്റെ ആ ഭാഗം എടുക്കുക. എത്രയാ മകന് കൊടുത്തിരിക്കുന്ന ഭാഗം റേഷ്യോയിൽ? 1. അപ്പോൾ ആ 1 എടുത്തു ഇൻറ്റു. ഇനി ഏതാ എടുക്കണ്ടേ? നമുക്ക് ഈ റേഷ്യോ ഇനി ആവശ്യമില്ല. 2 കൊല്ലം മുമ്പുള്ള റേഷ്യോ ഇനി ആവശ്യമില്ല. പിന്നെയോ 2 കൊല്ലം കഴിഞ്ഞുള്ള റേഷ്യോയിലെ നമ്പറുകളുടെ സംഖ്യകളുടെ വ്യത്യാസം 3:1 ആണ് റേഷ്യോ. 3ഉം 1ഉം ആണ് നമ്പറുകൾ. അവയുടെ വ്യത്യാസം 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 2. ആ വ്യത്യാസം എടുക്കുക. 2 ഇൻറ്റു. അപ്പോൾ ആദ്യം നമ്മൾ 2 വർഷം മുൻപത്തെ മകൻ്റെ ആ ഭാഗം എടുത്തു 1 ഇൻറ്റു. അടുത്ത റേഷ്യോയിലെ നമ്പറുകളുടെ വ്യത്യാസം എടുത്തു 2 ഇൻറ്റു. ഇനി എടുക്കേണ്ടത് വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കൊല്ലം മുമ്പും 2 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞേ. 2 കൊല്ലം മുമ്പും 2 കൊല്ലം കഴിഞ്ഞും. 2 കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 2024
2 കൊല്ലം മുമ്പ് 2022 ആണ്. 2 കൊല്ലം മുമ്പ് 2022 ആണ്. 2 കൊല്ലത്തിന് ശേഷം എന്ന് പറയുമ്പോഴോ ഇപ്പോൾ 2024. 2 കൊല്ലം കഴിഞ്ഞാൽ 2026 ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇപ്പോൾ 2024 എങ്കിൽ 2 കൊല്ലം മുമ്പ് 2022. 2 കൊല്ലം കഴിഞ്ഞോ 2026. അങ്ങനെയെങ്കിൽ ഈ വർഷങ്ങളുടെ വ്യത്യാസം 4 ആണ്. അപ്പോൾ 2022ഉം 2026ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 4. വ്യത്യാസം എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കേണ്ടത് 4 ആണ്. ഓക്കെ ആണല്ലോ? 2 കൊല്ലം മുമ്പ് 2 കൊല്ലം കഴിഞ്ഞ് വർഷങ്ങളുടെ വ്യത്യാസം 4. 3 കൊല്ലം മുമ്പ് 3 കൊല്ലം കഴിഞ്ഞ് വർഷങ്ങളുടെ വ്യത്യാസം 3ഉം 3ഉം കൂട്ടുക 6. 3 വർഷം മുൻപ് 2 കൊല്ലം കഴിഞ്ഞ് വർഷങ്ങളുടെ വ്യത്യാസം എത്ര? 3ഉം 2ഉം കൂട്ടുക 5. അപ്പോൾ ഒരെണ്ണം മുൻപെന്നും മറ്റൊരെണ്ണം ശേഷമെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ് എന്നും തന്നാൽ വർഷങ്ങളുടെ വ്യത്യാസം കിട്ടാൻ രണ്ടും കൂടെ കൂട്ടണം. മനസ്സിലായല്ലോ? ഒരെണ്ണം മുമ്പ് മറ്റൊരെണ്ണം കഴിഞ്ഞ് എന്നാണ് തരുന്നതെങ്കിൽ വർഷങ്ങളുടെ വ്യത്യാസം കിട്ടാൻ രണ്ടും കൂടി കൂട്ടണം. അപ്പോൾ ഇവിടെ വർഷങ്ങളുടെ വ്യത്യാസം എത്രയാ? 4 ഡിവൈഡഡ് ബൈ താഴെയോ ക്രോസ് പ്രൊഡക്റ്റിന്റെ വ്യത്യാസം. അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കുക. നോക്കിയേ, 4നെ 1 കൊണ്ട് ഗുണിച്ചാൽ 4, 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3. ഓക്കെ, 4നെ 1 കൊണ്ട് ഗുണിച്ചാൽ 4, 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3. അവയുടെ വ്യത്യാസം 1. ഒരു 4 4, ഒരു 3 3. അവയുടെ വ്യത്യാസം 1. ആ 1 താഴെ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നോക്കിയേ? 1 × 2 × 4 ചെയ്താൽ 8. 8/1 എത്ര തന്നെ? 8 തന്നെ. എത്ര തന്നെ? 8 തന്നെ. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 2 കൊല്ലം മുമ്പുള്ള മകൻ്റെ വയസ്സാണ്. നമ്മൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? 2 കൊല്ലം മുൻപുള്ള മകൻ്റെ വയസ്സ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദ്യം. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദ്യം. 2 കൊല്ലം മുമ്പ് മകന് 8 വയസ്സുണ്ട്. 2 കൊല്ലം മുമ്പ് മകന് 8 വയസ്സുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മകൻ്റെ വയസ്സ് എത്ര? നേരത്തെ 8 ഉള്ളൂ. അപ്പോൾ അത് 2 കൊല്ലം മുൻപാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വയസ്സ് എത്ര? ആ 8നോട് 2 കൂട്ടണം. അപ്പോൾ ഇപ്പോൾ വയസ്സ് എത്ര? 10. ഇപ്പോൾ എത്രയാ വയസ്സ്? 10. ഓക്കെ ആണല്ലോ? 2 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് എന്ത് വയസ്സുണ്ടോ അതിനേക്കാൾ 2 കൂടുതലല്ലേ ഇപ്പോൾ? അപ്പോൾ 2 കൊല്ലം മുമ്പ് 8 ആണെങ്കിൽ ഇപ്പോൾ വയസ്സ് എത്ര? 8ഉം 2ഉം 10 വയസ്സ്. അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 10 വയസ്സ്. മനസ്സിലായല്ലോ? PSC പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.